ടി ജി ലോക്സഭയിൽ പലവിധ ചർച്ചകൾ നടക്കുകയാണ്. ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി ചൈന വിഷയം എടുത്തിട്ടിരിക്കുകയാണ്. അതായത് ഡോക്ലാമിൽ സംഭവിച്ച ചൈന ടാങ്കുകൾ കയറി വന്നപ്പോൾ അത് തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം സർക്കാർ നൽകിയില്ല. ഉചിതമായത് ചെയ്തോളാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതായത് ഉചിതമായത് ചെയ്തോളാൻ ആർമി ജനറലിനോട് പറഞ്ഞു, അല്ലെങ്കിൽ മേധാവിയോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അന്നത്തെ ആർമി മേധാവിയായിരുന്ന മനോജ് മുകുന്ദ് നരവാനെ അദ്ദേഹം എഴുതിയെന്ന് പറയപ്പെടുന്നു, പബ്ലിഷ് ആയിട്ടില്ല. ആ പുസ്തകവുമായി ബന്ധപ്പെട്ട് കാരവനിൽ വന്ന ഇത് വായിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. അപ്പോൾ ഇതിനെ എങ്ങനെ കാണുന്നു? ഈ ചൈന വിഷയം ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് എടുത്തു വെക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? ഇപ്പോഴല്ല, രാഹുൽ ഗാന്ധി കുറേ കാലമായിട്ട് അത് പറയുന്നുണ്ട്. ഡോക്ലാമിൽ നമ്മളുടെ എത്രയാണ് 4000 സ്ക്വയർ കിലോമീറ്റർ, 40,000 സ്ക്വയർ കിലോമീറ്റർ, ഇങ്ങനെ പലതവണ പലതായിട്ട് ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു. ഇപ്പോൾ ഈ ജനറൽ എം നരവണെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ഭാഗങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാരവൻ മാഗസിനിൽ വന്നു എന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയോ വന്ന ലേഖനം, അതാണ് ഇദ്ദേഹം എടുക്കുന്നത്. കാരവൻ മാഗസിൻ അച്ചടിയിലില്ല, ഞാനെങ്ങും കണ്ടിട്ടില്ല. കാരവൻ്റെ ഒരു കോപ്പി ഒന്നുമില്ലെങ്കിൽ എയർപോർട്ടിലെങ്കിലും കാണണമല്ലോ. നോ, അതില്ല. അതൊരു വെബ് മാഗസിനായിട്ട് നിൽക്കുന്നു. വെബിൽ തന്നെ തിരഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ ഒരു സാധനമാണ്. അതിൽ വന്നു എന്ന് പറഞ്ഞിട്ട് വേറെ ആരോ എഴുതിയ ലേഖനം എടുത്ത് ഇദ്ദേഹം ലോക്സഭയിൽ കൊണ്ടുപോയി. അതാണ് സാങ്കേതികമായിട്ട് അവർ പറഞ്ഞത്. എം നരവണയുടെ ആത്മകഥയാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? അല്ല. അത് ആത്മകഥയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാരവൻ മാഗസിനിൽ വന്ന ലേഖനമാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? അല്ല. എം നരവണെ എഴുതി എന്ന് പറഞ്ഞ് കാരവൻ മാഗസിനിൽ വന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരു ലേഖനം പ്രസിദ്ധീകരിച്ച് ആ ലേഖനത്തിൻ്റെ ഫോട്ടോ കോപ്പി വെച്ചാണ് നിങ്ങൾ പറയുന്നത്. ഇതൊന്നും തന്നെ ലോക്സഭയിൽ ഒരു റെക്കോർഡല്ല. ലോക്സഭയിൽ റെക്കോർഡ് വയ്ക്കുമ്പോൾ അത് ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. ഇത് ഒറിജിനലാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞിട്ട് സ്പീക്കർക്ക് കോപ്പി കൊടുക്കാനായിട്ട് ഓതറൈസ് ചെയ്യണം. അത് മേശപ്പുറത്ത് വയ്ക്കണം. ആൻഡ് ദെൻ യു ക്യാൻ സ്പീക്ക്. ഇല്ലെങ്കിൽ രേഖയില്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാം. അത് രാഹുൽ ഗാന്ധിയോട് ആരും പറഞ്ഞു കൊടുത്തില്ലെന്ന് എനിക്കറിയില്ല. ഒരു രേഖയും ഇല്ലാതെ നിങ്ങൾക്ക് ലോക്സഭയിൽ ഇത് പറയാം. നരവണയുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വാദിക്കാം. നിങ്ങൾ അപ്പോൾ ഓതൻറ്റിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ഇത് ഇദ്ദേഹം ഈ കടലാസില്ലാതെ ഇങ്ങനെ കാണാപ്പാടം ഇത് പറയാനും അറിഞ്ഞുകൂടാ. അത് അദ്ദേഹത്തിൻ്റെ വേറൊരു പുലിവാലാണ്. ഇത് കുറേ കാലമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ പ്രശ്നം ആദ്യം റേസ് ചെയ്തത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. ഇവിടെ ചൈന കടന്നു കയറി നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ വിട്ടുകൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ട്വീറ്റ് ചെയ്തു. ആരും പ്രതികരിച്ചില്ല. സ്വാമി പ്രതിരോധ വകുപ്പിലേക്ക് കത്തെഴുതും, ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ച്. പ്രതിരോധ വകുപ്പ് മറുപടി കൊടുത്തില്ല. സ്വാമി RTI വഴി അപ്ലൈ ചെയ്തു, അതിനും മറുപടി കൊടുത്തില്ല. സ്വാമി കേസിന് പോയി. കേസ് കോടതിയിൽ നോട്ടീസൊക്കെ അയച്ചിട്ട് അങ്ങനെ കിടക്കുന്നു. അപ്പോൾ സ്വാമി അന്നും പറഞ്ഞു, ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കേസ് തീർന്നു. ബട്ട് അത് പറയാത്തത് എന്താണ്? അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ മനസ്സില്ല എന്നായിരിക്കണം ഒരു പക്ഷേ സർക്കാരിൻ്റെ മനസ്സിൽ. എന്ത് വാങ്ങിക്കോട്ടെ, കാരണം പൊളിറ്റിക്കലി ഇവർ തമ്മിൽ ഭയങ്കര ശത്രുത ആയിക്കഴിഞ്ഞല്ലോ. ഇദ്ദേഹം മോദിയെ ആവശ്യത്തിനും അനാവശ്യത്തിനും അത്യാവശ്യത്തിനും എല്ലാം ചീത്ത പറഞ്ഞ് ആകെ ആ റിലേഷൻ വഷളായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാമിക്കൊരു മറുപടി കിട്ടുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധി ഇത് പലതവണ ലോക്സഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് എന്തെങ്കിലും തട്ടാമുട്ടി മറുപടിയൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് വിടും ആൾക്കാർ. വാസ്തവത്തിൽ ഡോക്ലാമിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. അതറിയാൻ ഇനിയും ഒരു 10-25 വർഷം 40 വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വരും. ഈ സ്ഥലം പോയോ കിട്ടിയോ ഇതൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. ആകെ നമുക്കറിയാവുന്ന ഒരു കാര്യം 1962 ചൈന പിടിച്ചുകൊണ്ട് പോയ സ്ഥലം.
അത് ഏകദേശം 38,000 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു. ഏകദേശം കേരളത്തിൻ്റെ വലിപ്പത്തിലുള്ള സ്ഥലം ചൈനയുടെ കയ്യിലായി. അത് കഴിഞ്ഞിട്ട് 71 നമ്മൾ പിടിച്ചെടുത്തതും തിരിച്ച് സറണ്ടർ ചെയ്തതുമായ സ്ഥലം പിടിച്ചെടുത്തു, തിരിച്ച് സിംല കരാർ വന്നപ്പോൾ സറണ്ടർ ചെയ്തു. ഇതിൻ്റെ റെക്കോർഡുണ്ട്. 62 യുദ്ധത്തിൽ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ടുണ്ട്, ഹെൻഡേഴ്സൺ ബ്രൂക്ക് റിപ്പോർട്ട്. ഹെൻഡേഴ്സൺ ബ്രൂക്ക് അവർ സായിപ്പന്മാരാണ്. അതിൻ്റെ കൂടെ നമ്മളുടെ സർദാർജിമാരും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ ഉന്നതതല അന്വേഷണ സംഘമാണ്. ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ BJP നിരന്തരം ആവശ്യപ്പെടുമായിരുന്നു ഹെൻഡേഴ്സൺ ബ്രൂക്ക് റിപ്പോർട്ട് പുറത്തുവിടണം. കോൺഗ്രസ് പുറത്തുവിട്ടില്ല. BJP അധികാരത്തിൽ വന്നു, വാജ്പേയി അധികാരത്തിൽ വന്നു. ഈ ചോദ്യം നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന അരുൺ ജെയ്റ്റ്ലിയുടെ അടുത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞു, ഇപ്പം നിങ്ങൾ പുറത്ത് വിടുക, ഞങ്ങളോ വിട്ടില്ല, ഞങ്ങൾ കൊള്ളില്ലാത്തവർ, നിങ്ങൾ വിടുക. അരുൺ ജെയ്റ്റ്ലിയും വിട്ടില്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 62 നമ്മളത് ഒരു പരാജയമായിരുന്നു, നമ്മൾ തോറ്റു ക്ലീനായിട്ട്. ഈ തോൽവിയുടെ കാരണങ്ങൾ നാട്ടുകാരെ മുഴുവൻ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? അതിനകത്ത് ജനറൽ എടുത്ത തീരുമാനം തെറ്റിപ്പോയി കാണാം, മേജർ എടുത്ത തീരുമാനം തെറ്റിപ്പോയി കാണാം, മന്ത്രി എടുത്ത തീരുമാനം തെറ്റിപ്പോയി കാണാം, VK കൃഷ്ണമേനോന് ഉത്തരവാദിത്വം ഉണ്ടാവാം, ജവഹർലാൽ നെഹ്റുവിന് ഉത്തരവാദിത്വം. ഇതെല്ലാം കൂടെ കിള്ളിപ്പൊളിച്ചിപ്പോൾ പുറത്തിട്ടിട്ട് ഇവരെയൊക്കെ കൊണ്ട് നമുക്ക് നാറ്റിക്കാം എന്നുള്ളതല്ലാതെ പ്രയോജനം എന്താ? ഇത് ഒരു വശം. അതേസമയം ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാർ പറയുന്നത് ഈ വിവരം അറിയണ്ടേ, നമ്മൾ തോറ്റെങ്കിൽ തോറ്റു, എന്തോ ഇപ്പോൾ എന്താ 62 യുദ്ധത്തിൽ നമ്മൾ തോറ്റു, എന്തായിരുന്നു അതിൻ്റെ കാരണങ്ങൾ? അത് ചെറുപ്പക്കാർ അറിഞ്ഞിരിക്കണം. എവിടെയൊക്കെയാണ് നമുക്ക് പാളിച്ച പറ്റിയെന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അന്നത്തെ ആളുകൾ മുഴുവൻ മോശമൊന്നും ആകുന്നില്ല. ഒരു യുദ്ധം തോറ്റു എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു മേജറെയോ മന്ത്രിയെയോ കുറ്റം പറയാൻ പോകുന്നില്ല. ഇങ്ങനെയും ആർഗ്യൂ ചെയ്യുന്നവരുണ്ട്. സത്യം ഇതിൻ്റെ നടുക്ക് എവിടെയാണ്, സത്യം പുറത്തു വരുന്നില്ല. അത് പൊതുവേ ഭാരതത്തിൻ്റെ ഒരു സ്വഭാവമാണ്, കോൺഫിഡൻഷ്യാലിറ്റി. മറ്റ് രാജ്യങ്ങൾക്ക് അത്രയില്ല. സോവിയറ്റ് യൂണിയനും ചൈനയ്ക്കും ഒക്കെ ഉണ്ട്, ഇപ്പോൾ റഷ്യയ്ക്കുമുണ്ട്. കോൺഫിഡൻഷ്യലാണ്, ഒരു കാര്യം പുറത്തുവിടില്ല. ബട്ട് യൂറോപ്പ്, അമേരിക്കയൊക്കെ ഒരു 40 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഡീക്ലാസിഫൈ ചെയ്യും. സകല കടലാസും സകല തെമ്മെടുത്തിട്ട് എല്ലാം ഡീക്ലാസിഫൈ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ഈ എപ്സ്റ്റീൻ ഫയലൊക്കെ അവർ പുറത്തുവിട്ടിരിക്കുന്നത്. പുറത്തുവിട്ടില്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. പക്ഷേ അതിൽ പേര് വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരാളുടെ മഹത്വത്തിന് അവർ കുറവും കാണില്ല. ഇവിടെ അത് നമുക്ക് വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് ഇത് പറയുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി ഇത് എടുത്തിട്ടത് സർക്കാരിനെ വെറുതെ ഒന്ന് കുഴപ്പത്തിലാക്കാം എന്നുള്ളതല്ലാതെ രാഹുൽ ഗാന്ധിക്ക് അറിയാം ഇത് പുറത്തു വരാൻ പോകുന്നില്ല, ഈ വിവരം പുറത്തു വരാൻ പോകുന്നില്ല. ഇപ്പോൾ MM നരവണനെ എഴുതി എന്ന് വിചാരിച്ചിട്ട് അത് സത്യമാകുമോ? നമ്പർ 2, MM നരവനെ ഇപ്പോൾ എഴുതിയെന്ന് പറയുന്നു, നിങ്ങളുടെ യുക്തം പോലെ ചെയ്തോളൂ എന്ന്. അങ്ങനെയല്ലേ ഒരു ഭരണാധികാരി പറയേണ്ടത്? അതൊരു പരാതിയാകുന്ന ഇങ്ങനെ ഒരു പട്ടാളക്കാരനെ സമയത്തോളം. ഒരു പട്ടാളക്കാരനോട് നീ ആദ്യം വ്യോമയുദ്ധം തുടങ്ങണോ കരയുദ്ധം തുടങ്ങണോ എന്ന് ഭരണാധികാരിക്ക് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലത്ത്. അങ്ങനെയാണ് ഈ 62 യുദ്ധമൊക്കെ നമ്മൾ തോറ്റത്. 62 യുദ്ധത്തിലറിയാം വിമാനം ഉപയോഗിച്ചില്ല നമ്മൾ. എന്തോ ഒരു പ്രിൻസിപ്പിളായിരുന്നു നെഹ്റുവിൻ്റെ. യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാം, ഉള്ളത് തന്നെ വളരെ കുറവാണ്, പക്ഷേ അത് ഉപയോഗിച്ചില്ല പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ സിവിലിയൻ ഭരണകൂടം യുദ്ധം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക എന്നുള്ളതല്ലാതെ യുദ്ധത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാൻ പാടില്ല. ആ സമയത്ത് നടന്ന മറ്റേ ജൂൺ 15 നടന്ന ഗാൽവനിൽ നടന്ന പ്രശ്നമുണ്ടല്ലോ, അപ്പോൾ അതിനുശേഷം അതിൻ്റെ നമ്മുടെ ഒരു നയത്തിലൊരു മാറ്റം വരുത്തിയിരുന്നു. ആവശ്യമുണ്ടെങ്കിൽ തിരിച്ച് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ തിരിച്ചടിക്കാനുള്ളൊരു ഇത് പൂർണ്ണമായും ആർമിക്ക് നൽകിയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ നരവാനെ പറയുന്ന ഓഗസ്റ്റ് 31 വരുന്നത്. അപ്പോൾ മോദി സർക്കാർ വന്നത് മുതൽ ഈ പോളിസി, പൊളിറ്റിക്കൽ അതോറിറ്റി യുദ്ധത്തിൻ്റെ ഡീറ്റെയിൽസ് തീരുമാനിക്കുന്ന പോളിസി മാറ്റി. യുദ്ധം വേണോ വേണ്ടയോ എന്ന് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ബട്ട് വേണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം തീരുമാനിക്കുന്നത് പട്ടാളക്കാരാണ്. ഈ നമ്മളുടെ ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടായില്ല 71 ഇന്ദിരാഗാന്ധിയുടെ.
ആ യുദ്ധം ആദ്യം ഇന്ദിരാഗാന്ധി യുദ്ധം തുടങ്ങാൻ പറഞ്ഞു മനേക്ഷയുടെ അടുത്ത്. മനേക്ഷ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് 6 മാസം കഴിഞ്ഞാണ് യുദ്ധം തുടങ്ങുന്നത്. മനേക്ഷയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു. അപ്പോൾ ബാക്കിയുള്ളവർ കൂടെയുള്ളവർ പറഞ്ഞു ശരിയല്ല, ആ മനുഷ്യൻ്റെ ജഡ്ജ്മെൻറ്റിന് വലിയ വാല്യൂ ഉണ്ട്. വെറുതെ മരം കയറിയിട്ട് അയാളെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നുമില്ലാതെ പോകും. പല്ല് കടിച്ചു പിടിച്ചാണ് ഇന്ദിരാഗാന്ധി സഹിച്ചത്. ബട്ട് ഈ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായി മനേക്ഷയുടെ ഡിസിഷനായിരുന്നു കറക്റ്റ്. അപ്പോൾ അങ്ങനെ പട്ടാളക്കാർ തിരിഞ്ഞു നിന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. യുദ്ധം തുടങ്ങുമെന്ന് പറഞ്ഞാൽ ചുമ്മാ മെക്കാനിക്കലായിട്ട് അങ്ങ് തുടങ്ങുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മളെ കരസേനാ മേധാവി ഈ പരാതി പറഞ്ഞില്ല. ഓപ്പറേഷൻ സിന്ദൂറിലും അവർക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻ ഇതായിരുന്നു, യുക്തമായ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ദേ ഡിസൈഡഡ് ദ ടൈമിംഗ് ആൻഡ് ഡേറ്റ്. ഇറ്റ് വാസ് നോട്ട് മോദി. മോദിക്ക് അറിയില്ലായിരുന്നു എപ്പോഴാണ് പാകിസ്ഥാനെ നമ്മൾ തല്ലാൻ പോകുന്നത്. ആദ്യത്തെ വെട്ടി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് മെസ്സേജസ് ഫ്ലൈ ചെയ്തു, നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. മോനെ എല്ലാം നോക്കിയിട്ടുണ്ട്. ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് ബീയിങ് ഡൺ. അപ്പോൾ ഇത് ഇപ്പോഴത്തെ പട്ടാളക്കാർക്ക് പരാതിയില്ലെങ്കിൽ നരവണയ്ക്ക് പരാതി വരുന്നത് എങ്ങനെയാണ്? ഫുൾ ഫ്രീഡം എനിക്ക് തന്നു, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഫുൾ ഫ്രീഡം തരുന്നില്ല എന്നാണ് സാധാരണ എല്ലാ പട്ടാളക്കാരുടെയും പരിപാടി. നരവണെ പറയുന്നത് എനിക്ക് യുക്തമായിട്ട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്, തീരുമാനം എടുക്കാൻ അറിയില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ നിൽക്കുമ്പോൾ പോലും ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് നരവനയ്ക്ക് കൊടുക്കണം. കാരണം അദ്ദേഹം ഇത് എഴുതിയോ ഇല്ലെന്ന് നമുക്കിപ്പോഴും ഉറപ്പില്ല. അദ്ദേഹത്തിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫാണ്. ഹീ ഈസ് നോട്ട് സ്പീക്കിംഗ് ടു എനിബഡി. അതിന്നലെ ഇവർ നമ്മുടെ റിപ്പബ്ലിക് ചാനലുകാർ പലതവണ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്തു. ഈ സ്വിച്ച് ഓഫ്, ആരോടും സംസാരിക്കുന്നില്ല. കാരണം അതിൽ തലവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു റിട്ടയർഡ് പട്ടാളക്കാരൻ എന്നുള്ള നിലയ്ക്ക്. നമ്പർ 2, നമ്മളും ചൈനയും തമ്മിൽ ഈ ടാങ്ക് കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നത് കള്ളക്കഥ. ടാങ്കൊന്നും അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം നമ്മളും ചൈനയും തമ്മിലുള്ള ഒരു കരാറിൽ കൈകൊണ്ടുള്ള യുദ്ധമല്ലാതെ കല്ല് പോലും എറിയാൻ പറ്റില്ല നമുക്ക്. അവർക്ക് ഇങ്ങോട്ടും എറിയാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ടും എറിയാൻ പറ്റില്ല. കല്ലോ വേലിപ്പത്തലോ പോലും ആയുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ആകെ ചെയ്യാവുന്നത് കൈകൾ കൊണ്ടുള്ള യുദ്ധം. അതുകൊണ്ട് നമ്മുടെ നാടൻ തല്ലാണ് അതിർത്തിയിൽ നടക്കുന്നത്, നമ്മളും ചൈനയും തമ്മിൽ. ടാങ്കും വെടിയും തോക്കുമൊന്നുമല്ല, നാടൻ തല്ല്. ആ നാടൻ തല്ലിലാണ് നമ്മളുടെ ബീഹാർ റെജിമെൻറ്റ് 36 ചൈനക്കാരുടെ കഴുത്തൊടിച്ച് കളഞ്ഞത്. അത് അവരുടെ ബീഹാർ റെജിമെൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ സ്കില്ലാണ് കഴുത്തൊടിക്കുക എന്നുള്ളത്. എതിരെ നിൽക്കുന്നവനെ പിടിച്ച് എന്തോ കഷത്തിൽ എന്തോ ചെയ്തിട്ട് സെക്കൻഡിന് അവൻ്റെ കഴുത്തങ്ങ് ഒടിഞ്ഞു പോകും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, താഴെ വീഴും. മരിക്കുന്ന ചിലപ്പോൾ പടഞ്ഞോടെ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. ബട്ട് കഴുത്തങ്ങ് ഒടിച്ചുകളെ ഈ സ്കില്ല്. കാരണം ഇന്ത്യൻ പട്ടാളം തീരുമാനിച്ചു കൈകൾ മാത്രമല്ലേ ഉപയോഗിക്കാവുള്ളൂ. ശരി, ഞാൻ കൈ ഉപയോഗിച്ച് നിന്നെ നേരിടാം. അങ്ങനെ തരും. ചൈനക്കാരന് ഭാരതീയരെക്കാൾ പൊക്കം കുറവാണ്, തടിയും കുറവാണ് ജനറലി. ഇപ്പോൾ ഷീ ജിൻപിങ്ങിനൊക്കെ നല്ല പൊക്കമുണ്ട്. ബട്ട് ജനറലി ചൈനക്കാർ പൊക്കം കുറഞ്ഞ മംഗോളിയൻ സാധനമല്ല. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, നമ്മളത് ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ചർച്ചയൊക്കെ നടത്തിയിട്ട് 2020 സ്റ്റാറ്റസ് കോയിലേക്ക് പോകാം, സ്റ്റാറ്റസ് കോ ആൻറ്റെ അതിലേക്ക് പോകാൻ തീരുമാനിച്ച് ഇപ്പം മെല്ലെ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഏറ്റവും വലിയ സൈനിക വിന്യാസം ഇപ്പോഴും ചൈനീസ് അതിർത്തിയിലാണ്. ബ്രിക്സും സംഗതിയും കൈകുലുക്കലും ചിരിയും ഒക്കെ നടക്കുമ്പോഴും ഏറ്റവും വലിയ സൈനിക വിന്യാസം ചൈനീസ് അതിർത്തിയിലാണ്. ഇപ്പോഴും ആ 2020 പൊസിഷനിലേക്ക് മാറാൻ ഇനിയും ബാക്കിയുള്ള സ്ഥലങ്ങളുണ്ട്. ഓരോ സ്ഥലമായിട്ട് ചില ഫിംഗർ എന്നൊക്കെ അവർ വിളിക്കുമല്ലോ, ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ മാറി വരുന്നതേ ഉള്ളൂ, മുഴുവൻ ആയിട്ടില്ല ആ പ്രോസസ്സ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ അമേരിക്കയൊക്കെ ആയിട്ട് ഈ കൺഫ്യൂഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു വാക്കാൽ ധാരണയുണ്ടായി. നമുക്ക് അതിർത്തി പ്രശ്നം തൽക്കാലം ഡിറ്റാച്ച് ചെയ്യാം. ആ പ്രശ്നം അന്നെത്തിയ കരാറനുസരിച്ച് എപ്പോഴാണെന്ന് വെച്ചാൽ അത് നടന്നോട്ടെ, നിങ്ങൾ ഡീഎസ്കലേറ്റ് ചെയ്യേണ്ട, ഞങ്ങളും ഡീഎസ്കലേറ്റ് ചെയ്യുന്നില്ല.
പക്ഷേ നമ്മൾ രണ്ടുപേരും എസ്കലേറ്റ് ചെയ്യരുത്, സ്റ്റാറ്റസ് കോയിൽ അങ്ങ് പൊക്കോട്ടെ, എന്നിട്ട് നമുക്ക് കൊമേഴ്ഷ്യൽ ഡീൽ നടത്താം. അങ്ങനെയാണ് നമ്മളൊരു ധാരണയിൽ എത്തിയത് ചൈനയുമായിട്ട്. അതുകൂടാതെ ചൈനയെ പല സമയത്തും നമ്മൾ ചൈനയുമായിട്ട് ബോർഡറില്ല എന്ന് പറയും. ബോർഡറില്ല എന്നൊക്കെ പറയിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലെയും ഒക്കെ ആൾക്കാരെ കൊണ്ടാണ്. ചൈനയുമായിട്ട് നമുക്ക് ബോർഡറില്ല, നമുക്ക് ടിബറ്റുമായിട്ടാണ് ബോർഡർ. അപ്പോൾ ചൈനയെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇന്ത്യൻ ബോർഡറുമായിട്ട് ചേർന്ന് കിടക്കുന്നത് ഒറിജിനലി ടിബറ്റാണ്, പിന്നീടാണല്ലോ ചൈന ടിബറ്റിനെ കീഴടക്കുന്നത്. അപ്പോൾ നമ്മൾ അംഗീകരിക്കുന്നില്ല. നമ്മൾ ടിബറ്റിന് ദലൈലാമയെ നമ്മളിവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോഴാണ് ചൈനയ്ക്ക് ഭ്രാന്ത് വരുന്നത്. നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ബോർഡറിൽ എന്ത് ചർച്ച ചെയ്യാൻ? അല്ല, നമുക്ക് ബോർഡർ ചർച്ച ചെയ്യാം. ചർച്ച നമ്മൾ തമ്മിൽ അതിലില്ലല്ലോ. അല്ല, അത് ടിബറ്റുമായിട്ടല്ലേ? അല്ല, അത് ഞാൻ പിടിച്ചെടുത്തു. അത് ശരി, ടിബറ്റിനെ താൻ പിടിച്ചെടുത്തതാണല്ലേ? ഈ രീതിയിൽ ഡിഫെൻസീവിലായി പോകും ചൈന. അതുകൊണ്ട് ചൈനയ്ക്ക് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ചൈന അതിൻ്റെ തിരിച്ചടിയായിട്ടാണ് അരുണാചൽ പ്രദേശിന് വേറെ പേരിടുക, ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ ഈ പറഞ്ഞ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ശരിയാണെന്ന് വയ്ക്കുക. നമ്മളുടെ ഒരു 20-40 സ്ക്വയർ കിലോമീറ്റർ അവരുടെ കയ്യിലാണ്. ശരി ആണ്. ഇപ്പോൾ 2020 സ്റ്റാറ്റസ് കോ ആൻറ്റിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തിരിച്ചു തരേണ്ടി വരും. ഇതിൽ കവിഞ്ഞുള്ള എന്ത് ഡയമെൻഷനാണ് അതിലുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ പഴയ സാധനമൊക്കെ കുത്തിപ്പൊക്കി ചർച്ച ചെയ്യണ്ടേ? പണ്ട് 62 യുദ്ധത്തിൽ സംഭവിച്ചതെന്ത്, 65 സംഭവിച്ചത്, 71 എങ്ങനെ സിംല കരാർ ഒപ്പിട്ടു, ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടി വരും. അതിന് രാഹുൽ ഗാന്ധി തയ്യാറാണോ? എനിക്ക് തോന്നുന്നില്ല ആ മനുഷ്യൻ തയ്യാറാകുമെന്ന്. ഒരുപക്ഷെ ചിലപ്പോൾ പൊട്ടനായതുകൊണ്ട് തയ്യാറായെന്നും വരും കേട്ടോ. ഈ യുദ്ധമൊക്കെ ആര് ചെയ്തു? അങ്ങനെ വിചാരിക്കും ഇത് നരേന്ദ്രമോദി ചെയ്തതായിരിക്കും. ശരി, ചർച്ച ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ടൈപ്പാണ്. അത്രയൊരു അല്പബുദ്ധിയാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു സപ്പോർട്ട് കിട്ടാത്തത്. ഇപ്പോൾ ഈ പോയിൻ്റ് നോക്കൂ, ഈ ഗൽവാൻ പോയിൻ്റ്, ഹിസ് പാർട്ടി ഈസ് നോട്ട് ഗോയിങ് ടു സപ്പോർട്ട് ഹിം. ചെയ്യില്ല. അവർ മെല്ലെ എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധിയെ തലേന്ന് ഒഴിവാക്കിയിട്ട് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത്. ഈ അനാവശ്യമായ കുത്തിത്തിരിപ്പും പ്രശ്നം ഉണ്ടാക്കുന്നതിന് പകരം ബേസിക് പ്രശ്നങ്ങളുടെ പേരിൽ ഏറ്റുമുട്ടുക എന്നുള്ളൊരു പ്രിൻസിപ്പിളിലേക്ക് കോൺഗ്രസ് വന്നാലേ കോൺഗ്രസ്സിന് ഗതി പിടിക്കുകയുള്ളൂ. അല്ലാതെ ഈ ചരിത്രം പറഞ്ഞ് 2020 അങ്ങനെ ചെയ്തു, 1936 അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വെറുതെ തർക്കിക്കുക എന്നുള്ള പ്രയോജനം എന്താ? അത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രശ്നമാണത്.